അബ്രാഹ്മണർ അമ്പലം വയ്ക്കുക, പ്രതിഷ്ഠ നടത്തുക, എന്താ ഇത്? ഞാൻ പ്രതിഷ്ഠിച്ചത് ഞങ്ങളുടെ ശിവനെയാണ്. കേരള നവോത്ഥാനത്തിൻ്റെ മാറ്റൊലി ശബ്ദമായിരുന്നു നിങ്ങൾ കേട്ടത്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവർ, മാറുമറയ്ക്കാൻ അവകാശമില്ലാത്തവർ, പള്ളിക്കൂടത്തിൽ സവർണനോടൊപ്പം പഠിക്കാൻ അവകാശമില്ലാത്തവർ, അമ്പല പരിസരത്ത് പോലും പോകാൻ പാടില്ലാത്തവർ, പൊതുവേദികളിൽ സംസാരിക്കാൻ പാടില്ലാത്തവർ, അങ്ങനെ അടിച്ചമർത്തപ്പെട്ടൊരു സമൂഹത്തെ കണ്ട് വേദനിച്ചു ഗുരു. സാമൂഹികമായ ഈ വിപത്തിനെതിരെ ഞാൻ പ്രവർത്തിക്കുമെന്നും ഇതിനെ കേരളത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുമെന്നും ഗുരു തീരുമാനിച്ചതുകൊണ്ടാണ് ഇന്ന് കേരളം നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിൽ എത്തി നിൽക്കുന്നത്. കേരള നവോത്ഥാനത്തിൻ്റെ പിറവിയെടുത്ത ഒരു പുണ്യഭൂമിയിലാണ് അരുവിപ്പുറത്ത്. ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാപ്തിക്കോരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദിക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അരുവിപ്പുറം ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായിട്ട് ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ്. ഗുരുവിൻ്റെ സാമൂഹികമായിട്ടുള്ള നവോത്ഥാനത്തിനും അതേപോലെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള തപസ്സിനുമൊക്കെ വേദിയായിട്ടുള്ളതാണ് അരുവിപ്പുറം. ഈ മനുഷ്യ സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ജാതിഭേദവും മതദ്വേഷവുമില്ലാത്ത സ്വതന്ത്രത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമായി മാറ്റുവാനായിട്ടുള്ള ആഹ്വാനം നടത്തിയ സ്ഥലവും കൂടിയാണ്. ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് വേദിയായിട്ടുള്ള സ്ഥലമാണ് അരുവിപ്പുറം. ഗുരു ഇവിടെ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം വിദ്യ കൊണ്ട് സ്വതന്ത്രരാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗുരു സംസ്കൃത വിദ്യാലയം ആരംഭിച്ചുകൂടെ. മഹാകവി കുമാരനാശാനും ശിവലിംഗദാസ സ്വാമികളുമായിരുന്നു ആദ്യത്തെ അധ്യാപകർ. മനുഷ്യനിൽ ഇന്നും അന്നും ഉള്ള അറിവില്ലായ്മയെ മാറ്റിയാൽ മാത്രമേ അവന് സ്വതന്ത്രനാകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകണമെന്ന് ഗുരു ഉദ്ബോധിപ്പിച്ചത്. ദൗർഭാഗ്യമെന്ന് പറയാം, അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഇതുവരെയും നമ്മുടെ ഇടയിൽ, ഇവിടെ മാത്രമല്ല ലോകത്തെവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം നേടുമ്പോഴും അവൻ്റെ സുഖം തേടി അവൻ വെളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവൻ കൂടുതൽ സ്വാർത്ഥനാകുകയും അവൻ്റെ സ്വാർത്ഥത കൊണ്ട് അവനൊരിക്കലും ശാന്തിയും സമാധാനവും ലഭിക്കാതെ വരികയും ചെയ്യാണ്. അങ്ങനെ ആന്തരികമായി അവൻ പിരിമുറുക്കം കൂടി ഇന്ന് ധാരാളം യുവാക്കൾ മയക്കുമരുന്നിന് അടിമകളായി മാറിയിരിക്കുകയാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മനുഷ്യൻ്റെ മാനസികാവസ്ഥ മൊത്തം മാറിയിരിക്കുകയാണ്. അതേസമയത്ത് അവൻ ഭൗതികമായി വളരെ അധികം മുന്നോട്ട് പോയി എന്ന് അഭിമാനിക്കുന്നുണ്ട്. പക്ഷെ ആന്തരികമായിട്ട് അവൻ വളരെയധികം ചുരുങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ, ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഗുരുവിൻ്റെ ആശയങ്ങൾക്ക്, ഗുരുവിൻ്റെ ദർശനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഗുരുവിന് 3 ഭാഷകളിൽ അസാമാന്യമായിട്ടുള്ള പാണ്ഡിത്യം ഉണ്ടായിരുന്നു. സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലുമായിട്ട്. ഈ 3 ഭാഷകളിൽ ഗുരു എഴുതിയിട്ടുള്ള കൃതികളിലാണ് ഗുരുവിൻ്റെ ദർശനത്തെ സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. അത് സമൂഹം പഠിക്കണം. അതിനുള്ള വേദിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ അരുവിപ്പുറം. ക്ഷേത്രവും മഠവും ഉൾക്കൊള്ളുന്ന ഈ സന്നിധി. നല്ല നദിയുണ്ട്. നദിയുടെ തീരത്ത് ഗുരു തപസ് ചെയ്ത ഗുഹയുണ്ട്. നദിയോട് ചേർന്ന് തന്നെ ഒരു മലയുണ്ട്, അവിടെയും ഒരു ഗുഹയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സങ്കേതങ്ങളിൽ നമ്മൾ വന്ന് മനസ്സിനെ ഒന്ന് ശാന്തമാക്കി
ഇരിക്കുമ്പോൾ ഗുരുവിൻ്റെ ആശയങ്ങളും ഗുരുവിൻ്റെ കാഴ്ചപ്പാടുകളും നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തീർച്ചയായിട്ടും അതിന് ഉള്ള വേദികൾ നമുക്കൊരുക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പിന്നീട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. കേരള നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച ഭഗവാന്റെ ദർശനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ശ്രീനാരായണ ധർമ്മപരിപാലന സംഘത്തിൻ്റെ ആദ്യത്തെ സഭ കൂടിയ സദസ്സ് ഈ വൃക്ഷത്തിൻ്റെ ചോട്ടിലായിരുന്നു. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഈ നദി വെറുമൊരു ജലപ്രവാഹമല്ല. ഇവിടെ പിറവിയെടുത്തത് നവോത്ഥാനത്തിൻ്റെ ഒരു പുതിയ സൂര്യനായിരുന്നു. അന്നൊരു ദിവസം ഈ ശങ്കരൻ കുഴിയിലേക്ക് വന്ന് ആ മഹാഗുരു ജലത്തിൽ തപസ്സനുഷ്ഠിച്ച് സ്വന്തം ദൃഷ്ടിയിൽ പതിഞ്ഞ മനോഹരമായ ഒരു സുന്ദര രൂപത്തെ നെഞ്ചിലേറ്റി തിരിച്ച് പാറപ്പുറത്തേക്ക് വന്ന ആ പാറമേൽ അതിനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൻ്റെ കണ്ണിൽ നിന്നു വീണ ആദ്യ കണ്ണുനീരിലാണ് അതിന് ആദ്യാഭിഷേകം നടന്നിട്ടുണ്ടാവുക. അത് ഗുരുവും അനുഷ്ഠിച്ച ഒന്നാണ്. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനം ആനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും, വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്തോ ജയിക്കുക. സുദീപ്. എവിടെ സ്ഥലം? സ്ഥലം പിറവം, എറണാകുളം ജില്ലയിൽ പിറവം. ഇവിടെ ആശ്രമത്തിൽ എന്തായിട്ടാ? ഞാൻ ശാന്തിയാണ് ഇവിടുത്തെ. ഇവിടെ ഒന്ന് പറഞ്ഞു തരുമോ, ഏതാണ് മെയിനായിട്ട്? ഇതാണ് ഗുരു പ്രതിഷ്ഠിച്ച ശിവപ്രതിഷ്ഠ ഉള്ള സ്ഥലം. ഇതല്ലേ സാധാരണ ക്ഷേത്രങ്ങളെക്കാളും വ്യത്യസ്തമായിട്ട് ചതുരമായിട്ടിരിക്കുന്ന ക്ഷേത്രമാണ് ഇവിടെ. ഇത് ഗണപതി കോവിൽ. നേരെ കാണുന്നത് നെയ്യാറാണ്. ആ നേരെ തന്നെ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്ന ഭാഗമാണ് ശങ്കരൻകുഴി. ശങ്കരൻകുഴിയിൽ നിന്നാണ് ഭഗവാൻ ശിവലിംഗത്തെ എടുത്ത് ഇവിടെ ഈ പാറപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത്. ഇതിൻ്റെ താഴെ ഇപ്പോൾ ഒരു പാറ ഉള്ളതല്ലേ? ആ, പാറയാണ്. ആ പാറ ശ്രീകോവിൽ പണിതപ്പോൾ അത് പീഠമായിട്ട് തന്നെ കൊത്തി അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. ഓക്കെ ഓക്കെ. പീഠത്തിൻ്റെ മുകളിൽ ഗുരു അന്ന് ആ തപശക്തിയോടുകൂടി പ്രതിഷ്ഠ ചെയ്തിട്ട് കല്ലും കൂടെ ഉരുകി ചേർന്ന് ഇരിക്കുന്ന അവസ്ഥയാണ്. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ അഷ്ടബന്ധമാണ് ഇടുന്നത്. 12 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പുനഃപ്രതിഷ്ഠ. ഇതിപ്പോൾ പ്രതിഷ്ഠിച്ചിട്ട് വീണ്ടും പുനഃപ്രതിഷ്ഠയൊന്നും ഉണ്ടായിട്ടില്ല, അനങ്ങിയിട്ടുമില്ല. ആ ഒരു വെൽറ്റ് ചെയ്ത പോലെ തന്നെ വെളുത്ത പാടായിട്ട്. അപ്പോൾ പിന്നെ അങ്ങ് ഇത് എന്നും കാണുന്ന ആളല്ലേ? അതെ അതെ. ഇതിൻ്റെ ഷേപ്പ് എന്താണ്? ശിവലിംഗാകൃതി തന്നെയാണ്. കൊത്തിവെച്ചതുപോലെ തന്നെ. അത് നമ്മൾ ക്ഷേത്രം തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ. അതാ ശിവരാത്രിയുടെ അന്ന് വെളുപ്പിനെ 3 മണിക്ക് ഭഗവാൻ ശങ്കരൻകുഴിയിലേക്ക് മുങ്ങിച്ചെന്നപ്പോൾ അവിടെ കണ്ടിരുന്ന ആ ദിവ്യ രൂപത്തെയാണ് ഭഗവാൻ നെഞ്ചോട് ചേർത്ത് എടുത്തത്. ഇവിടെയുള്ള പഴയ തലമുറയുടെ അവരുടെ മുത്തശ്ശന്മാരൊക്കെ പറയുന്നത് വെച്ചാൽ ഏതാണ്ട്
അരമണിക്കൂറോളം ഭഗവാൻ ആ ജലത്തിൽ മുങ്ങി കിടന്നു എന്ന് പറഞ്ഞു. സാധാരണ ഒരു മനുഷ്യന് അത്രയും പറ്റില്ലല്ലോ, ഒരു 5 മിനിറ്റൊക്കെ മാക്സിമം. അരമണിക്കൂറോളം ഭഗവാൻ ആ ജലത്തിൽ മുങ്ങിക്കിടന്നു. ജലാധിവാസത്തിലിരിക്കുന്ന ഭഗവാൻ നെഞ്ചോട് ചേർത്ത് ആ ശിലയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. ഭഗവാന്റെ ആ പ്രതിഷ്ഠയോടുകൂടി ആദ്യത്തെ അഭിഷേകം എന്ന് പറഞ്ഞാൽ കണ്ണീരാണ്, ഭഗവാന്റെ കണ്ണീര്. അതായത് അധസ്കൃതരായിരിക്കുന്ന ആ സമൂഹത്തെ ഉദ്ധാരണം ചെയ്യാൻ വേണ്ടി ഭഗവാന്റെ ആ കർത്തവ്യത്തിൻ്റെ പ്രാരംഭം കുറിച്ചുകൊണ്ടാണ്. അത്രമാത്രം പ്രാധാന്യമുണ്ട് ക്ഷേത്രത്തിൽ. പൂജകളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി നമുക്കെപ്പോഴും കിട്ടും. ഗുരു മരുത്വാമലയിൽ തപസ്സനുഷ്ഠിച്ച് ആ തപശക്തിയും ഇവിടെ കൊടുതൂക്കി മലയിലെ തപശക്തിയും രണ്ടും കൂടെ സമന്വയിപ്പിച്ച ഒരു വിഗ്രഹമാണ്. അത് ആ ചൈതന്യങ്ങളെല്ലാം അവിടെ ചേർത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിന് പ്രാധാന്യം, ജലധാരയ്ക്കൊക്കെ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഭഗവാന്റെ ആ ദിവ്യ ചൈതന്യം മൊത്തം ഇവിടെ നിന്ന്. അങ്ങയുടെ നാട് എവിടെയാണ്? എൻ്റെ നാട് പിറവാണ്. സ്വാമി സാന്ദ്രാനന്ദ സ്വാമി. ഞങ്ങൾ സംസാരിച്ചു. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഗുരു നമ്മുടെ തലമുറയിട്ട് ഭഗവാനെ കാണാൻ സമാധി സമയത്തൊന്നും ചെല്ലാൻ പറ്റില്ലല്ലോ എന്നുള്ള അഗാധമായിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു ഭൈരവൻ സ്വാമി. അപ്പോൾ ആ സമയത്തൊക്കെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനിനി ജീവിച്ചിരിക്കില്ല ആറ്റിച്ചാടുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരഞ്ഞ് ആ മുറിയിൽ നിന്നാണ് അശരീരി ഉണ്ടായത്. അതിന് നാം എങ്ങും പോയിട്ടില്ലല്ലോ ഭൈരവ. അപ്പോൾ തന്നെ അവിടെ ഒരു വിളക്ക് വെച്ച് അന്ന് തൊട്ട് പൂജ തുടങ്ങിയതാണ് ഗുരു പൂജ. ഭൈരവസ്വാമിയുടെ പടമോ? ഉണ്ട്, ആ ഫ്രണ്ടിൽ തന്നെ ഭൈരവൻ ശാന്തിയുടെ പൂജ. ഭൈരവൻ ശാന്തിയുടെ ഫോട്ടോ ആ ഗുരുമന്ദിരത്തിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. ഭൈരവൻ ശാന്തിയുടെ സമാധി മന്ദിരം ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ താഴെയായിട്ടാണ്. അവിടെയാണ് ആ ഗുഹയുള്ളത്. ആ ഗുഹയുള്ളത്, ഈ ആറ്റിലുള്ള ഗുഹയുള്ളത്. ഇങ്ങോട്ട് പോകുന്നുണ്ട്. ശരി. ഇതാണ് ഭൈരവൻ സ്വാമിയുടെ സമാധി. ഭൈരവൻ സ്വാമിക്ക് ഗുരുവെന്നാൽ പ്രാണനായിരുന്നു. അമ്പലത്തിൻ്റെ ശാന്തി ചെയ്യുകയായിരുന്നു ഭൈരവൻ സ്വാമി. അതുകൊണ്ട് തന്നെ സമാധിക്ക് ശേഷവും അകലങ്ങളില്ലാതെ ഭൈരവൻ സ്വാമിക്ക് അശരീരിയായ ഗുരു എന്നും സാന്നിധ്യം നൽകി വന്നിരുന്നു. ഇവിടെ നിന്ന് മുന്നോട്ട് നടന്നാൽ ഗുരു നദീതീരത്ത് തപസ് ചെയ്ത ആ ഗുഹ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇത് ബലിക്കടവാണ്. ഇതുവഴി കുറച്ചു ദൂരം ഞാൻ മുന്നോട്ട് നടന്നു. അപ്പോൾ ആ കടവിൽ നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, ഇതുവഴി ഇപ്പോൾ പോകാൻ സാധ്യമല്ല, കാരണം നദിയിൽ ധാരാളം വെള്ളമുണ്ട്. അങ്ങനെ ഞാൻ മുകളിലേക്ക് വന്നു. മുകളിലേക്ക് വരുമ്പോൾ ആശ്രമ പരിസരത്ത് കണ്ടൊരു കാഴ്ചയാണ്. താഴെ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ചില്ലയെ കേടുപാട് കൂടാതെ പ്രൊട്ടക്റ്റ് ചെയ്താണ് ആ കെട്ടിടത്തിൻ്റെ പണി കഴിപ്പിച്ചത്. അതായത് ഒരു പീഡ ഉറുമ്പിന് പോലും ഉണ്ടാകരുത് എന്ന് ഗുരുവിന് നിർബന്ധമായിരുന്നു. ആശ്രമ പരിസരത്തുകൂടി താഴേക്ക് പോയാൽ നമുക്ക് നെയ്യാറിലേക്ക് പോകാം. വിശേഷിച്ച് ആ ശിവരാത്രിയുടെ അന്ന് ഭഗവാൻ ആ നദിയിലെത്തുകയും അതും ബ്രഹ്മമുഹൂർത്തത്തിലാണ് കേട്ടോ. ആ നദി ഒരുപക്ഷെ അന്നും ഇന്നും ഒരുപോലെ കുത്തൊഴുക്ക് ഉള്ളതായിരുന്നിരിക്കണം. പക്ഷേ ഭഗവാന്റെ തപശക്തി നദിയെയും തടഞ്ഞു നിർത്തുന്നതാവണം. അതുകൊണ്ടാണല്ലോ അതിൻ്റെ ആഴങ്ങളിൽ മനോഹരമായ ഒരു ശിവലിംഗത്തെ ഭഗവാൻ അന്ന് ദർശിച്ചത്. ഈ പോകുന്നതാണ് ശങ്കരൻകുഴി എന്ന ആറ്റിൻ്റെ ആ പരിശുദ്ധ തീരം. ഇവിടെ നിറയെ ആൽമരങ്ങളുണ്ട്. ഈ കടവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരുപക്ഷെ എനിക്കും അറിയാൻ കഴിയുന്നത് ഭഗവാന്റെ ആ അദൃശ്യ സാന്നിധ്യം തന്നെയാണ്. ഇവിടെ കാണുമ്പോൾ അറിയാം, നല്ല ഒഴുക്കാണ്, ആഴവുമുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നദിയിലേക്ക് വന്ന് ഇറങ്ങരുത്. അപകടകരമായ കയങ്ങൾ ഉള്ളതാണ് ആ നദി. ഞാൻ അവിടെ നിന്ന് അതിൻ്റെ തീരത്തുകൂടി മുന്നിലേക്ക് നടന്നു. അവിടെ പാറപ്പുറത്തിരുന്ന് ആരോ ഒരാൾ എന്തോ എഴുതുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ശല്യം ചെയ്യാതെ
അതിൻ്റെ ഓരം ചേർന്ന് അപ്പുറത്തേക്ക് പോയി. ഈ കാണുന്ന പാറയിൽ കുറേ നേരം ഞാനിരുന്നു, മെഡിറ്റേറ്റ് ചെയ്തു. എന്നത്തെയും പോലെ തന്നെ ഞാനിവിടെ വന്നതും ഒരു നട്ടുച്ച സമയമായിരുന്നു. സാധാരണ രീതിയിൽ ആശ്രമത്തിൽ അന്നദാനമുണ്ടാകും, പക്ഷേ ഇന്നതുണ്ടായില്ല. ഗുരുവിൻ്റെ സാന്നിധ്യത്തെ അറിഞ്ഞ്, ഈശ്വരൻ്റെ സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ട് ഈ പുണ്യഭൂമിയിലൂടെ ഞാൻ നടക്കുകയാണ്. കുറച്ച് അകലെയായിട്ട് ഒരു ചെറിയ പീടിക കണ്ടു. ആ ഒരു പീടിക മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അവിടെ നാരങ്ങാ വെള്ളം കിട്ടും. ഞാൻ ആ ചേട്ടനോട് നാരങ്ങാ വെള്ളവും പഴവും ചോദിച്ചു വാങ്ങി കഴിച്ചു. അവിടെ നിന്ന് കുറച്ചുകൂടി ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ബലിക്കടവാണ്. ബലിക്കടവ് വഴിക്കും നമുക്ക് ആ നദീതീരത്തേക്ക് പോകാനാകും. വളരെ സൗമ്യമായ ശാന്തമായ ഒരു പ്രകൃതിയാണ് ഇവിടെ. ഈ ഭാഗത്തൊക്കെയും ബലികർമ്മങ്ങൾ ചെയ്തതിൻ്റെ ചില ശേഷിപ്പുകൾ കാണാം. ഇതുവഴി നേരെ നടന്നാൽ ഒരുപക്ഷെ നദീതീരത്തെ ഗുഹയിലെത്താൻ പറ്റും എന്ന് കരുതി ഞാൻ വന്നതാണ്. ഞാൻ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നദിക്ക് നല്ല ഒഴുക്കാണ്, ഇപ്പോൾ നദീതീരം വഴി ആ ഗുഹയുടെ അടുത്തേക്ക് പോകാൻ സാധിക്കില്ല എന്നാണ്. എന്നാൽ തിരികെ റോഡിൽ കയറി പിന്നെയും കുറേ ദൂരം വലത്തോട്ട് പോയാൽ അവിടെ ഒരു ഗുരുമന്ദിരമുണ്ട്. ആ ഗുരുമന്ദിരത്തിൻ്റെ ഓരം ചേർന്ന് താഴേക്ക് വരാൻ പറ്റുന്നൊരു വഴിയുണ്ട്, പക്ഷേ അത് തൽക്കാലം അടച്ചിട്ടിരിക്കുകയാണ് എന്നാണ് അവരൊക്കെ പറഞ്ഞത്. ഇവിടെ ചില അമ്മമാർ നെല്ലിക്ക, മാങ്ങ മുതലായവ ഉപ്പിലിട്ടത് വിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞതാണ് ഗുരുമന്ദിരം. ഇതിൻ്റെ പിന്നിലാണ് നദീതീരത്തെ ഗുഹ. ആ ഗുഹയിലാണ് ഏറെ നാൾ ഭഗവാൻ തപസ് ചെയ്തത്. ഞാൻ അവിടെ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് അത് പൂട്ടിയിട്ടിരിക്കുന്ന കണ്ടു. കാരണം നാട്ടുകാർ പറഞ്ഞത് കുട്ടികളൊക്കെ അവിടെ വന്ന്, അത് വിജനമായ ഒരു സ്ഥലമാണല്ലോ, ആ പാറപ്പുറത്തും മറ്റും ഇരിക്കുന്നത് കാരണം അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും അവിടേക്ക് പോയി കാണാൻ കഴിയുകയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നടന്നു കയറിയത് ഈ കൊടിതൂക്കി മലയിലേക്കാണ്. എന്ത് പരിപാടി? നെല്ലിക്ക് വേണം? സ്വന്തം വസ്തുവാ? ഇല്ല ഇല്ല, കോവല് വേണം. ഇവിടെ അല്ലേ കോവില്? കോവല് ഒരുപാട് കയറി പോകുന്നു. എത്രയുണ്ട് ഇവിടത്തെ കോവല്? ഇവിടെ അത് കണ്ടു. ഇതൊരു 1 കിലോമീറ്ററിനകത്ത് വേണം. എത്ര സ്റ്റെപ്പുണ്ട്? ഫുൾ സ്റ്റെപ്പാ? ആ, എല്ലാം തൊപ്പനിരപ്പും ഇതുപോലെ ഒന്ന് അവിടെ തൊപ്പനിരപ്പ്, ബാക്കിയൊക്കെ പടി തന്നെ. ഒരു 100-300 പടി കഴിഞ്ഞു. ഓ ശരി. ഈ കൊടിതൂക്കി മലയിലേക്ക് കയറിപ്പോകാൻ മറ്റൊരു വഴി കൂടിയുണ്ട് കേട്ടോ. അത് താഴെ വെച്ച് ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അതുവഴി പോയി കഴിഞ്ഞാൽ ലോറിയും ബൈക്കും ഒക്കെ പോകുന്നതാണ്. ഞാൻ ഈ സ്റ്റെപ്പ് കണ്ട് നടക്കാൻ തുടങ്ങിയതാണ്. ഈ സ്റ്റെപ്പ് ഏകദേശം 450ഓളം ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 1 കിലോമീറ്ററിന് അകത്ത് ദൂരം. ഇവിടെ ഒരു ഗുഹയുണ്ടെന്ന് പറഞ്ഞു. എത്ര സ്റ്റെപ്പ് ഉണ്ടാവും? മൊത്തത്തിൽ അപ്പോൾ കുറേ ദൂരം ഉണ്ട്. നല്ല രസമാണ് നമ്മളിപ്പോൾ കാണാൻ. നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്നത്? വീട് പണിയാ? അദ്ദേഹം പറഞ്ഞു കേട്ടോ 1001 പടിയുണ്ടെന്ന്. എനിക്ക് തോന്നുന്നില്ല 1001 പടിയുണ്ട് എന്ന്. ഒരു പക്ഷേ അറിഞ്ഞുകൂടാതെ പറഞ്ഞതാവാം. ഇത് കണ്ടോ, ഇതുപോലെ ഗൾഫിലുണ്ട് കേട്ടോ, അവിടുത്തെ ചൂട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം. ഇതല്ല, ഇത് മുകളിലേക്ക് വെള്ളം കൊണ്ടുപോയി ഫിൽട്ടർ ചെയ്ത് താഴേക്ക് വരുന്നതാണ്. കുടിവെള്ള പദ്ധതിയിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഈ പടി കയറി ഇങ്ങനെ വരുമ്പോൾ ധാരാളം സ്ഥലത്ത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഷെൽട്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ റെസ്റ്റ് ചെയ്യാനുള്ള ബെഞ്ചൊക്കെ ഉണ്ട്. ഞാൻ വരുന്ന സമയത്ത് അവിടെയൊക്കെ ആൾക്കാർ റെസ്റ്റ് ചെയ്യുന്നത് കണ്ടു. അങ്ങനെ കുറേ ദൂരം നടന്നു കയറി നമ്മൾ മുകളിലത്തെ കൊടിതൂക്കി മലയുടെ മുകളിലുള്ള അമ്പലത്തിലെത്തി.
അവിടെയുമൊക്കെ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ഓരോ മരത്തിലും തൂക്കിയിട്ടുണ്ട്. ഈ അമ്പലവും പരിസരവും കാണുമ്പോഴും നമുക്ക് വല്ലാത്തൊരു ദൈവിക പ്രതീതി തന്നെയാണ് കിട്ടുക. വലിയ സമാധാനമാണ്, വലിയ ആശ്വാസമാണ് ഉണ്ടാവുക. ഇങ്ങനെ നമ്മുടെ സഹജീവികളോട് കരുണ കാണിച്ചും സ്നേഹം പ്രകടിപ്പിച്ചുമൊക്കെ ജീവിതത്തിൻ്റെ ചില അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതൊക്കെ ഒരു കരുതിവയ്ക്കൽ കൂടിയാണ്. എന്നെങ്കിലും ഒരിക്കൽ ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കേണ്ടി വരുന്ന ജീവിതത്തെ ഇന്നേ തയ്യാറാക്കുന്ന ഒരു കരുതൽ. ഈ മല കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മനോഹരമായ ഒരു വ്യൂ ഉണ്ട്. ആ വ്യൂവിൽ നമുക്ക് നെയ്യാർ ഉൾപ്പെടെ വ്യക്തമായി കാണാൻ കഴിയും. പിന്നെ നാം നിൽക്കുന്ന ഈ മലയുടെ ചുറ്റും, അതായത് നമുക്ക് ചുറ്റും ധാരാളം വൃക്ഷനിബിഡമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്നുള്ള ഒരു 360 ഡിഗ്രി വ്യൂ സാധ്യമല്ല. മുകളിൽ അമ്പലം, മുരുകക്ഷേത്രവും ഗണപതി ക്ഷേത്രവുമൊക്കെയാണ്. ഞാൻ വന്നു കയറുമ്പോൾ ഇവിടെ അമ്പലമൊക്കെ അടച്ചിരിക്കുകയാണ്. ഈ അമ്പലത്തിൻ്റെ പരിസരമൊക്കെ വളരെ വൃത്തിയായി നന്നായി സൂക്ഷിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്, കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ആശ്രമവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് ഈ കാണുന്ന വഴിയെ കുറേ ദൂരം നടന്നിറങ്ങിയാലാണ് ഈ മലയിൽ ഗുരു തപസ് ചെയ്തിരുന്ന ഗുഹയുള്ളത്. ലോകം ഗുരുവിനെ ഇന്ത്യയിൽ പിറന്ന തത്വചിന്തകൻ എന്ന് വിശേഷിപ്പിച്ചു. പിന്നെ കേരളത്തിൽ നിന്നുള്ള അതുല്യനായ ഒരു സന്യാസി, കേരള നവോത്ഥാന ചരിത്രത്തിലെ നായകൻ, കേരള സമൂഹത്തിൻ്റെ പരിഷ്കർത്താവ്. അദ്ദേഹം 1856 ജനിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ഗുരു അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് നിഷ്കർഷിച്ചു. കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടിയ അദ്ദേഹം കേരളീയ സമൂഹത്തെയാകെ നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ദീർഘകാലം മരുത്വാമലയിൽ തപസ് ചെയ്ത ഗുരു കേരളത്തിൽ തിരിച്ചു വന്ന ശേഷം തപസ്സിനായി തിരഞ്ഞെടുത്ത പുണ്യഭൂമി ഇതാണ്. ഈ മനോഹരമായ പ്രകൃതി നമുക്ക് സമ്മാനിച്ച ആശയങ്ങളാവണം ഇന്ന് സമൂഹത്തിൻ്റെ പ്രകാശമായി, സമൂഹത്തിൻ്റെ പുതിയ സൂര്യനായി, കേരളത്തിൻ്റെ നന്മയായി നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ സ്വാധീനിച്ചത്. ഇവിടെ നിന്ന് തിരികെ പോകുമ്പോൾ നമുക്കും ഗുരുവിൻ്റെ പാദസ്പർശത്തെ അറിഞ്ഞ മണ്ണിൽ നിന്ന് ചില പ്രതിജ്ഞകൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച 2 കാര്യങ്ങൾ, ഒന്ന് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകണം എന്നുള്ളതാണ്. ഇന്ന് വിദ്യ കൊണ്ട് നാം നേടുന്നതെന്ത്, നാം പഠിക്കുന്നതിൽ നിന്ന് നാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ആഗ്രഹിക്കുന്നതെന്ത്, നമ്മുടെ ഓരോ ദിവസവും പുലരുമ്പോൾ, ഓരോ പ്രഭാതത്തിലും നാം തയ്യാറാകുമ്പോൾ ജീവിതത്തിൻ്റെ പടവുകളിൽ നാം കരുപ്പിടിപ്പിക്കുന്ന സത്യങ്ങളെന്ത്, നന്മകളെന്ത്, ഇത് നാം അറിയണം. ഞാനിവിടെ വെറുതെ ഒരു റിലാക്സേഷനായിട്ട് വന്നിരിക്കുന്നതാണ്. നല്ല ക്ലൈമറ്റാണ്, വളരെ മനോഹരമാണ് ഈ പ്രകൃതി. ഇത് പണ്ട് ഗുരു തപസ്സനുഷ്ഠിച്ച സ്ഥലമാണ്, ഗുരുദേവൻ തപസ്സനുഷ്ഠിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു ശാന്തതയും സമാധാനമുണ്ട്, അങ്ങനെ വരുന്നതാണ്. പിന്നെ കുറച്ച് വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഏത് സമയത്ത് ഇവിടെ നല്ല ക്ലൈമറ്റാണ്, നല്ല തണുത്തൊരു ക്ലൈമറ്റാണ് ഉള്ളത്. അങ്ങനെ വൈകുന്നേരം വരെ വേറെ പ്രോഗ്രാം ഇല്ലാത്ത സമയങ്ങളിൽ ഞാനിവിടെ വന്നിരിക്കാറുണ്ട്, സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞങ്ങൾ തമ്മിൽ മുമ്പേ അറിയില്ല, പക്ഷേ അനുജൻ എൻ്റെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, മറന്നുപോയി, സോറി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്വാധീനിച്ച ഘടകങ്ങളിൽ രണ്ടാമത്തേത് അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അതും
ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. അങ്ങനെ ഒരുമിച്ച് എന്നോടൊപ്പം ഈ മോക്ഷയാത്രയിൽ പങ്കാളികളായ എൻ്റെ സാഫ്രോൺ കുടുംബത്തിലെ പ്രിയപ്പെട്ട എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു, സമാധാനം ആശംസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള സ്ഥലങ്ങൾ നമുക്ക് പോകാം. ഒത്തിരി നന്ദി.